അച്ഛന്റെ മോനെവിടെ? എന്താ മോളെ? അകത്തുണ്ടോ? ആ. ദേവി, ഇത്രയും വലിയ ദുഷ്ടനായിരുന്നു നിങ്ങള്. ദുഷ്ടനെന്നല്ല, പേരെന്നാ വിളിക്കണ്ട. എന്നോട് പകരം ചോദിക്കാൻ പേടിച്ചിട്ട് പാവ എന്റെ അച്ഛനെ അപായപ്പെടുത്താൻ നോക്കിയല്ലേ? ദേവി, ഞാൻ പറയുന്നേക്ക്. നാണം ഉണ്ടോടോ തനിക്ക്? താനൊരു പുരുഷനാണോ? ആണുങ്ങളാണെങ്കിൽ നേർക്ക് നേരെ നിന്ന് ശത്രുത തീർക്കണം. അല്ലാതെ എന്നോടുള്ളത് വീട്ടുകാരോടല്ല തീർക്കേണ്ടത്. ഞാനൊന്ന് പറയട്ടെ. മോളെ, എന്താ എന്താ നീ പറയുന്നത്? നന്ദ, എന്താടാ? പ്രഭ, എന്തായത്? അപ്പൊ അച്ഛനോടൊന്നും പറഞ്ഞില്ല അല്ലേ? എന്ത്? എന്റെ അച്ഛൻ ആശുപത്രിയിലായതേ ദേ ഇയാള് കാരണം. എന്നോടുള്ള പക തീർക്കാൻ നന്ദുവാ എന്റെ അച്ഛനെ ആക്രമിച്ചത്. പ്രഭ, താനിതിൽ ഇടപെടരുത്. താൻ കൂടെ വളം വെച്ചു കൊടുത്തിട്ടാ ഇവനീ അവസ്ഥയിലായത്. ഇല്ല, നന്ദൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മോനെ ഇങ്ങനെ തല്ല ഞാൻ സമ്മതിക്കില്ല. അമ്മ മാറ്. അച്ഛൻ എന്നെ തല്ലിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇല്ല, സിദ്ധു വേണമെങ്കിൽ എന്നെ തല്ലിക്കോ. ഈ കാര്യത്തിൽ നന്ദൻ നിരപരാധിയാ. അത് ശരി. അപ്പൊ കാര്യങ്ങളൊക്കെ താനും അറിഞ്ഞുകൂടായിരുന്നല്ലേ? ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞപ്പോഴാ മനസ്സിലായത് ഇവനൊരു അബദ്ധം പറ്റിയതാണെന്ന്.